നമസ്കാരം. പ്രണവത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനും ജ്യോതിഷ പഠന രംഗത്ത് വൻ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ജ്യോതിഷ ഗ്രന്ഥമായ ജ്യോതിഷ മാർഗദീപം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവുമായ ശ്രീ തോട്ടുവ പ്രസന്നൻ നായരാണ് നമ്മോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ ജൂണിൽ അദ്ദേഹവുമായൊരു ഇൻ്റർവ്യൂ നമ്മൾ നടത്തിയിരുന്നു. പക്ഷേ സമയപരിമിതി മൂലം ആ ഒരു ഇൻ്റർവ്യൂ പൂർത്തീകരിക്കുവാൻ നമ്മൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ധാരാളം പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ചാണ് മറ്റൊരു ഇൻ്റർവ്യൂ കൂടെ ഞങ്ങളിപ്പോൾ നടത്തുന്നത്. സ്വാഗതം ചെയ്യാം ശ്രീ തോട്ടുവ പ്രസന്നൻ നായർ ഈ ഒരു പ്രോഗ്രാമിലേക്ക്. സ്വാഗതം സർ. സർ, കഴിഞ്ഞ ജൂണിൽ നമ്മളൊരു ഇൻ്റർവ്യൂ സംപ്രേഷണം ചെയ്തിരുന്നു. പക്ഷേ പല കാര്യങ്ങളും പ്രേക്ഷകർക്ക് വളരെയധികം ഗുണപ്രദമായിരുന്നു. പല ചൊവ്വാദോഷം പോലെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ എളുപ്പം പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു അവതരണ ശൈലി തന്നെയാണ് താങ്കൾ ഉപയോഗിച്ചത്. പിന്നീട് കത്തുകളിലൂടെയും ഫോണിലൂടെയൊക്കെ നമ്മൾക്ക് ഒരുപാട് ആളുകൾ ഒരുപാട് സംശയങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഒരു ജ്യോത്സ്യനെ അവർ കാണുവാൻ ചെല്ലുമ്പോൾ ഏറ്റവും ആദ്യം ജ്യോത്സ്യന്മാർ പറയുന്നത് ഏഴര ശനിയെക്കുറിച്ചോ കണ്ടകശനിയെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ സംബന്ധിച്ച് അവർക്ക് ആകെ ജ്യോത്സ്യത്തെക്കുറിച്ചുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ അറിവ് വളരെ കുറവാണ്. അത്തരം ആ ആളുകൾക്ക് ഇത്തരം കണ്ടകശനി ഏഴര ശനി എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാകുവാനും അതെന്താണെന്ന് അറിയാനുള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ടാകും. തീർച്ചയായിട്ടും ആ ഒരു പ്രേക്ഷകരെ മാനിച്ചുകൊണ്ട് തന്നെ ആ ഒരു കണ്ടകശനിയെക്കുറിച്ച് അല്ലെങ്കിൽ ഏഴര ശനിയെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാം. ഈ ശനി ഉണ്ടാക്കുന്ന ദോഷങ്ങളെക്കുറിച്ച് ഒരുപാട് പേർക്ക് പല ആശങ്കകളുമുണ്ട്. ശരിക്കും അടിസ്ഥാനരഹിതമായിട്ടുള്ള ചില സംഭവങ്ങൾ പോലും ഉണ്ട് അതിനകത്ത്. ഈ ഭയക്കേണ്ട ആവശ്യമില്ലാത്ത ആളുകൾ പോലും അതിൽ ഭയന്നിരിക്കുന്ന അവസ്ഥയുണ്ട്. അതേപോലെ ഈ കണ്ടകശനി, ഏഴര ശനി, ശനിദശ ഇതെല്ലാം കൂടി നമുക്ക് ഒരേ ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്നതല്ല, ചേർത്ത് വായിക്കാൻ പറ്റുന്നതല്ല. ശനിദശ എന്ന് പറയുന്നത് കൃത്യമായും ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഒരു നക്ഷത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതേ സമയത്ത് ബന്ധമില്ല എന്നുള്ളതല്ല, ഈ ഗണത്തിൽ ഏഴര ശനിയെന്നോ കണ്ടകശനിയെന്നോ പറയുന്ന അതേമാതിരി നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്ന ഒന്നല്ല ഈ ശനിദശ എന്ന് പറയുന്നത്. അത് നമ്മുടെ ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണുള്ളത്. ഈ കണ്ടകശനി, ഏഴരശനി എന്ന് പറയുന്നത് ശനി അതിൻ്റെ സഞ്ചാരത്തിനിടയിൽ വന്ന് ഭവിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഓരോ ആൾക്കാർക്കും ഓരോ ജന്മക്കൂറുണ്ട്. അതായത് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ഇത് മേടക്കൂറ്, കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി, മകയിരം ഇത് ഇടവക്കൂറ്. അങ്ങനെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇപ്പം എല്ലാവർക്കും അറിയുകയും ചെയ്യാതെ, കാരണം ചാനലുകളിലൊക്കെ നിരന്തരം ഇങ്ങനെ പ്രോഗ്രാമുകളും പ്രവചനങ്ങളും ഒക്കെ വരുന്നതുകൊണ്ട് എല്ലാവർക്കും അവരുടെ കൂറിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ ഈ കൂറിൽ നിന്നും ശനി അതിൻ്റെ സഞ്ചാരവേളയിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ എത്തിപ്പെടുമ്പോഴാണ് ഈ ഏഴര ശനിയും കണ്ടകശനിയൊക്കെ ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ജനിച്ച ഒരു കൂറിൻ്റെ ഏതാണ്ട് ഒരു 3 രാശികളെന്ന് പറയാം. അതായത് ജന്മക്കൂർ, നമ്മുടെ മേടക്കൂറാണ് നമ്മുടെ ജന്മമെങ്കിൽ അത് മീനത്തിലേക്ക് ശനി പ്രവേശിക്കുന്ന സമയത്ത് തൊട്ട് ഇടവം കഴിയുന്നത് വരെയുള്ള ഒരു കാലയളവ്, അത്രയും സമയത്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഏഴര ശനി എന്ന് പറയുന്നത്. ശനി ഒരു രാശി പിന്നിടുന്നതിന് 2.5 വർഷം വേണം. അപ്പോൾ അങ്ങനെ ഇങ്ങനെ 3 രാശികൾ പിന്നിടുന്നതിന് വേണ്ടുന്ന 7.5 വർഷം ചേർത്താണ് ഏഴര ശനി എന്ന് പറയുന്നത് തന്നെ. അതിൽ തന്നെ ഈ മധ്യഭാഗത്തായിട്ട് വരുന്ന, അതായത് നമ്മുടെ ജന്മക്കൂറിൽ തന്നെ ശനി നിൽക്കുന്ന 2.5 വർഷമാണ് ജന്മശനി എന്നറിയപ്പെടുന്നത്. അതേപോലെ ഈ നമ്മൾ ജനിച്ച കൂറിൻ്റെ 4ാമത്തെയും 7ാമത്തെയും 10ാമത്തെയും രാശികളിൽ ശനി സഞ്ചരിച്ചെത്തുന്ന സമയമാണ് ഈ കണ്ടകശനി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എളുപ്പം മനസ്സിലാക്കാനൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ദിവസവും യാത്ര ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചോളൂ. അപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ വരെ ആ റൂട്ട് മോശമാണ്, റോഡ് കുണ്ടും കുളമൊക്കെയാണ്. അതിനുശേഷം കൊല്ലം തൊട്ട് ആറ്റിങ്ങൽ തൊട്ട് കൊല്ലം വരെ ഈ റോഡ് നല്ലതാണ്. കൊല്ലം തൊട്ട് വീണ്ടും കായംകുളം വരെ മോശമാണ്. അപ്പം ഇങ്ങനെയാവുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന എല്ലാ ദിവസവും ഈ ഏരിയ വരുമ്പോഴത്തേക്ക് പ്രശ്നം തന്നെയാണല്ലോ. ഇതേപോലെ ഈ ശനി അതിൻ്റെ ഭ്രമണപഥത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ദോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ കൊടുക്കുന്നു. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പറയുന്ന ജ്യോത്സ്യന്മാരുടെ കുറ്റമല്ല. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് എന്തെങ്കിലും ഈ മോശ സമയം വരുമ്പോഴാണല്ലോ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലേ മിക്കവാറും പോകാറുള്ളൂ. അപ്പോൾ അയാൾക്ക് കണ്ടകശനിയെന്നോ ഏഴരശനിയെന്നോ പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഇതിനകത്തൊന്നും ആർക്കും ജ്യോത്സ്യന്മാർക്ക് തെറ്റുപറ്റാറുമില്ല. ഈ വല്ലാത്ത കഴിവുകൾ കുറവുണ്ടെങ്കിൽ തന്നെ എല്ലാ ജ്യോത്സ്യന്മാർക്കും ഏഴരശനി എന്താണെന്നോ കണ്ടകശനി എന്താണെന്നോ ഒക്കെ കൃത്യമായിട്ട് അറിയാം. അതിനെക്കുറിച്ചൊരു മിസ് ഗൈഡൻസ് അവർ കൊടുക്കേണ്ട കാര്യമില്ല, അങ്ങനെ ചെയ്യാറുമില്ല. ഈ ശനിയെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ശനിയെ എല്ലാവരും ഭയപ്പെടേണ്ടതില്ല. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശനി ആധിപത്യം വഹിക്കുന്ന 1-2 രാശികളുണ്ട്. അതായത് മകരം, കുംഭം ഈ 2 രാശികളുടെ കമാൻഡിങ് പവർ അല്ലെങ്കിൽ അതിൻ്റെ ആധിപത്യം ഉള്ളത് ശരിക്കും ശനിക്കാണ്. അപ്പോൾ ഈ രാശി ലഗ്നമായിട്ട് ജനിക്കുന്നവരോ അല്ല ഈ നക്ഷത്രക്കൂറുകളിൽ ജനിക്കുന്നവരോ, ഈ നക്ഷത്രക്കൂർ എന്ന് പറഞ്ഞാൽ ഉത്തരാടത്തിൻ്റെ അവസാനത്തെ മുക്കാല്, തിരുവോണം, അവിട്ടം, ചതയം, പൂരിട്ടാതി മുക്കാൽ ഭാഗം, ഇത്രയും ഭാഗവും ശരിക്കും പറഞ്ഞാൽ ശനിക്ക് ആധിപത്യമുള്ള രാശികളാണിത്, ആ കൂറാണ്. അപ്പോൾ ഈ രാശികളിൽ ജനിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ മാതിരി ഒരു പ്രശ്നമൊന്നും ശനിദശയിലോ അല്ലെങ്കിൽ ഈ ഏഴരശനിയിലോ കണ്ടകശനിയിലോ ഉണ്ടാവില്ല.
അതേപോലെ ഇടവ രാശിക്കൂറിലും തുലാക്കൂറിലും ജനിക്കുന്ന ആൾക്കാർ. ഇടവ രാശിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്ക് കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ പകുതി, ഇത്രയാണ് വരിക. ഈ തുലാൻ രാശിക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ പകുതി ഭാഗം, ചോതി വിശാഖത്തിൻ്റെ 3/4 ഭാഗം. ഈ നക്ഷത്രങ്ങളിലൊക്കെ ജനിക്കുന്നവർക്കോ അല്ലെ ഈ കൂറുകളൊക്കെ അല്ലെ ഈ രാശികളൊക്കെ ലഗ്നമായിട്ട് ജനിക്കുന്നവർക്കോ ഇവർക്കൊന്നും ശനിയെ കാര്യമായിട്ട് ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അത് മനസ്സിലാക്കാതാണ് ഒരുപാട് പേര് പ്രായശ്ചിത്തവും പരിഹാരങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നത്. അതേപോലെ ഗ്രഹനിലയിൽ ശനി നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് വെച്ചോളൂ. ഉച്ചരാശി എന്നൊക്കെ സാധാരണക്കാർക്ക് അറിയത്തില്ല, എന്നാലും അങ്ങനെ ഉച്ചരാശിയിലോ സ്വക്ഷേത്രങ്ങളിലോ ഒക്കെ ശനി നിൽക്കുന്ന ഗ്രഹനിലകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊന്നും ശനിയെ ഭയപ്പെടേണ്ട ഒരു ആവശ്യമേ ഇല്ല. അവർക്ക് ശനി എപ്പോഴും നല്ലതേ ചെയ്യുള്ളൂ. അതായത് ശനിദശാകാലത്തായിരിക്കും അവർക്ക് ഏറ്റവും നല്ല ഫലങ്ങളുണ്ടാവുക. ഇപ്പോൾ ജ്യോതിഷത്തെക്കുറിച്ച് സാധാരണ പൊതുവേ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരു കല്ല് നമ്മൾ തലയിൽ വീഴുമെന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ അതിനൊരു അല്ലെങ്കിൽ മാറി നിൽക്കുകയാണെങ്കിൽ ആ കല്ല് നമ്മുടെ തലയിൽ നിന്ന് വീഴാതെ ഒരു സംരക്ഷണം നൽകുന്നു. അതുപോലെ ഒരു നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന വരാൻ പോകുന്ന ചില പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ഈ ജ്യോതിഷം നൽകുന്നു എന്ന് പറയുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? അതിൻ്റെ ഒരു കാര്യം, നമുക്ക് ഒരിക്കലും ഒരു ഫലങ്ങളും നമുക്ക് മാറ്റിമറിക്കാൻ പറ്റില്ല. നമ്മളുടെ തലയിലെടുത്ത് പറയുന്ന സംഭവം മാറ്റാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ജ്യോതിഷം നോക്കുന്നതെന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കാം. അങ്ങനെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ ജ്യോതിഷം നോക്കുന്നതിന് അർത്ഥമില്ല, ആവശ്യകതയില്ല. പക്ഷേ ഇത് ജ്യോതിഷത്തിൻ്റെ ഉപയോഗം എവിടെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊക്കെ നമുക്ക് കുറച്ച് ലഘൂകരിക്കാൻ പറ്റും, തീർത്തും മാറ്റുക എന്നുള്ളതല്ല. അതായത് ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ് നാളെ ഒരു മഴ വരാൻ പോകുന്നു വെച്ചോളൂ. ഒരാൾ അഡ്വൈസ് തന്നു, നാളെ മഴ വരും, നിങ്ങൾക്കൊരു കുട എടുത്തുകൊണ്ട് പോവാം ഇല്ലേ? മഴയെ തടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, മഴ പെയ്യും, പക്ഷെ നമ്മുടെ തലയെങ്കിലും നനയാതിരിക്കാൻ നമുക്ക് പറ്റുമല്ലോ. അങ്ങനെയുള്ള ഒരു പ്രൊട്ടക്ഷൻ, അങ്ങനെയുള്ള സംവിധാനം ജ്യോതിഷത്തിന് കൊടുക്കാൻ പറ്റും. അല്ലാതെ ഈ ഫലങ്ങളെ മാറ്റിമറിക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഒരു ജ്യോത്സ്യനെ സമീപിച്ച് നമുക്ക് നല്ലൊരു രീതിയിൽ നമ്മൾ പ്രാർത്ഥനകളായാലും പൂജാവിധികളായാലും അതേ രീതിയിൽ പോവുകയാണെങ്കിൽ ജീവിതം വളരെ ലളിതമായി വളരെ സന്തോഷകരമായി കൊണ്ടുപോകാൻ സാധിക്കില്ലേ? വളരെ ലളിതമായിട്ടും വളരെ സന്തോഷമായിട്ടും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ആ ദോഷങ്ങൾ എത്രമാത്രം ഉണ്ടോ അതിനെ ലഘൂകരിക്കാൻ പറ്റുമെന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഈ ലഘൂകരിക്കുക എന്നുള്ളത് നമുക്ക് സന്തോഷമാവണമെന്നില്ലല്ലോ. വളരെ ദോഷപ്രദമായിട്ടൊരു കാര്യം വരാനിരിക്കുകയാണ്, അത് ലഘൂകരിക്കപ്പെടുമ്പോഴും നമുക്ക് സന്തോഷമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി, സന്തോഷവും ഈ ദോഷവും രണ്ട് തലത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു വലിയ മാരകമായിട്ടൊരു അസുഖം വന്നു, ഈ അസുഖം വന്നതിൽ നമ്മൾ സന്തോഷിക്കില്ല. ഒരു ഓപ്പറേഷനിലൂടെ സുഖപ്പെടുത്തുമ്പോഴും ആ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സന്തോഷമൊന്നുമില്ല, സമാധാനം അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശനിയെ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ലെന്ന് തന്നെയാണല്ലേ പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു വിവാഹം വരുമ്പോഴാണ് പലപ്പോഴും ഈ ഒരു ജ്യോത്സ്യനെ കൂടുതലായിട്ട്, അതായത് മുഹൂർത്തങ്ങൾ നോക്കുന്നതിനും അല്ലെങ്കിൽ വിവാഹത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ രണ്ട് ജാതകങ്ങൾ തമ്മിൽ ചേരുമോ അത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോഴാണ് പലപ്പോഴും പാപജാതകം അല്ലെങ്കിൽ ശുദ്ധജാതകം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണിത്? ശരിക്കും വിവാഹത്തിൻ്റെ ഒരു സമയത്ത് മാത്രമേ ഈ പാപജാതകം ശുദ്ധജാതകത്തിനൊക്കെ ഒരു പ്രസക്തിയുള്ളൂ. അല്ലാത്ത സമയത്ത് ഈ ശരിക്കും പറഞ്ഞാൽ അതിനൊന്നും പ്രസക്തിയില്ല. നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്ന, സാധാരണ ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല അത്. വിവാഹ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് മാത്രമുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ശുദ്ധജാതകവും പാപജാതകവും ഒക്കെ. അപ്പോൾ ഈ പാപജാതകം എന്ന് പറയുന്നത് ഈ ലഗ്നരാശി എന്നൊരു സംഭവം ഉണ്ട്. ജ്യോതിഷന്മാർക്ക് അറിയാൻ പറ്റില്ല, സാധാരണക്കാർക്ക് അറിയാൻ പറ്റില്ല. ഇനി സാധാരണക്കാർക്ക് മനസ്സിലാക്കാനാണെങ്കിൽ അവരുടെ ഗ്രഹനിലയിൽ ല എന്ന് അടയാളപ്പെടുത്തിയ ഒരു രാശി. അപ്പോൾ അതിൻ്റെ 2, 4, 7, 8, 12 ഈ രാശികളിലൊക്കെ പാപഗ്രഹങ്ങൾ നിന്നാലാണ് സാധാരണ പാപജാതകം എന്ന് പറയാറ്. പക്ഷേ അത് തന്നെ ഇപ്പം വളരെ ചുരുങ്ങിയ രൂപത്തിൽ 7ാമത്തെ രാശിയിലോ 8ാമത്തെ രാശിയിലോ പാപഗ്രഹങ്ങൾ നിന്നാൽ മാത്രമേ ഇന്ന് സാധാരണ രീതിയിൽ പാപജാതകം എന്ന് പറയാറുള്ളൂ. അല്ലെങ്കിൽ 2ലും 4ലും നിൽക്കുന്ന നോക്കിയിട്ട് ആരും പാപജാതകം എന്ന് പറയാറില്ല. അപ്പോൾ അങ്ങനെ പാപഗ്രഹങ്ങൾ നിന്നാൽ അതിൻ്റെ അനുസൃതമായിട്ട് പെണ്ണിൻ്റെ ആണെങ്കിൽ പുരുഷൻ്റെ ജാതകത്തിലും, ഇനി പുരുഷൻ്റെ ജാതകമാണെങ്കിൽ പെണ്ണിൻ്റെ ജാതകത്തിലും അതിനനുസരിച്ചുള്ള പാപത്വം വേണം എന്നുള്ളതാണ് നിഷ്കർഷം. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 7ലും 8ലും, അതായത് നമ്മളിപ്പോൾ ല എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന രാശിയുടെ 7ലോ 8ലോ സ്ത്രീയുടെ ജാതകത്തിൽ പാപഗ്രഹങ്ങൾ നിൽപ്പുണ്ട്. പാപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സൂര്യൻ, രാഹു, ചൊവ്വ ഇതൊക്കെയാണ്, ശനി ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഗ്രഹങ്ങളെ ആ 7ാമത്തെ രാശിയിലോ 8ാമത്തെ രാശിയിലോ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പുരുഷന്റെ ജാതകത്തിൽ 7ാമത്തെ രാശിയിൽ തന്നെ ഒരു പാപഗ്രഹം വേണം എന്നുള്ളതാണ് നിഷ്കർഷം. അപ്പോൾ ഇതില്ലാത്തതിനെ ശുദ്ധജാതകം എന്നും പറയും. ഇങ്ങനെ പാപത്വം ഇല്ലാത്ത ജാതകങ്ങളെ ശുദ്ധജാതകം എന്ന് പറയും. കേരളത്തിൽ ആലപ്പുഴ മുതൽ തെക്കോട്ടുള്ള ആ പ്രദേശങ്ങളിലൊക്കെ പല ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കുടുംബക്ഷേത്രങ്ങളാണ് കൂടുതലായിട്ടുള്ളത്, അല്ലെങ്കിൽ ധർമ്മ ദേവതകളൊക്കെ ഉണ്ട്. അത് അങ്ങനെ ആരാധിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഈ പണ്ടൊക്കെ നമുക്കെല്ലാം അറിയാം, എല്ലാം കാട് പിടിച്ച് കിടന്ന സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ ഈ കാടുകളൊക്കെ വെട്ടിത്തെളിച്ച്
നമ്മൾ നമ്മുടെ വാസസ്ഥലമാക്കുമ്പോൾ നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ഒരു നന്ദി, അന്യായമല്ല നന്ദി, പ്രകൃതിക്ക് വേണ്ടി നമ്മൾ ഒരു ഒതുക്കി വെക്കുന്ന ഒരു സ്ഥലം. സത്യത്തിൽ അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഈ ധർമ്മദൈവങ്ങളുടെ പിന്നിലുള്ളത്. അതെ, അപ്പൊ നമ്മൾ അവരുടെ വാസസ്ഥലം നമ്മൾ കൈയടക്കുന്നു. ആ കൈയടക്കുന്നതിനുള്ള ഒരു പരിഹാരം, അതിനായിട്ട് ഓരോ കുടുംബങ്ങളും അവരുടെ ആ പുരയിടത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു സ്ഥലം ഇതിനായിട്ട് ഒതുക്കി വെക്കും. അങ്ങനെയാണ് ഈ ആലപ്പുഴയ്ക്ക് തെക്കൊക്കെ ഉള്ള ഒരുപാട്, മിക്കവാറും ഓരോ വീടുകളുടെ കോമ്പൗണ്ടിൽ നിങ്ങൾക്ക് ഓരോ അമ്പലം കാണാൻ പറ്റും. അങ്ങനെ ഈ ധർമ്മദൈവ സങ്കല്പം ഒന്ന് ഉണ്ടാക്കിയെടുത്ത അതിനുവേണ്ടിയാണ്. സത്യത്തിൽ അത് ഒരു പ്രകൃതി സംരക്ഷണത്തിന്റെ ഒരു ഭാഗം കൂടി ആയിരുന്നു. പക്ഷെ ഇന്ന് അത് ഒരുപാട് പേര് തെറ്റായിട്ട് ധരിച്ചിട്ട് ആ ഉള്ള കാടുകൾ തന്നെ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ അമ്പലങ്ങൾ പണിയുക, എന്നിട്ട് മഹാക്ഷേത്രങ്ങളുടെയോ അല്ലെ കരക്കാരുടെ ക്ഷേത്രങ്ങളുടെ മാതൃകയിൽ അങ്ങ് കെട്ടിപ്പൊക്കുക, എന്നിട്ട് അതിൻ്റെ അതേ രീതിയിൽ തന്നെ ഇവിടെ ചടങ്ങുകളും കാര്യങ്ങളും നടത്തുക. അങ്ങനെ ഒരു ഈ എന്താ മഹാക്ഷേത്രങ്ങളുടെയോ അല്ലെങ്കിൽ ദേശക്ഷേത്രങ്ങളുടെയോ ഒക്കെ മാതൃകയിലേക്ക് പലരും ഈ കുടുംബക്ഷേത്രങ്ങളെയൊക്കെ മാറ്റാൻ തുടങ്ങി. സത്യത്തിൽ അത് അനാവശ്യമാണ്. ഇപ്പം ഈ നമ്മുടെ പൂർവികന്മാർ ഉദ്ദേശിച്ച അതല്ല. നമ്മൾ ഈ സ്ഥലമെല്ലാം വെട്ടി നശിപ്പിച്ച് കാട്ടിൽ ജീവിക്കേണ്ട ജീവികളുടെ ഇത് മൊത്തം നമ്മൾ എന്താ പറയുന്നത് കീഴടക്കുമ്പോൾ അവർക്ക് താമസിക്കാനൊരു സ്ഥലം നമ്മൾ ഒതുക്കി വെക്കുന്നു. അതിനൊരു ഇത്തിരി കാടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് ആ ഒരു ചിന്ത ഇന്ന് മാറിയിട്ട് ഇന്ന് പണക്കൊഴുപ്പിൻ്റെ പിൻബലത്തിൽ എല്ലാ കുടുംബക്കാർക്ക് പണമുണ്ടോ, അവരൊരു ക്ഷേത്രത്തിൻ്റെ മാതൃക ഇതിനെയും കെട്ടിപ്പൊക്കുകയാണ്. ആ രീതിയിലേക്ക് ചടങ്ങുകൾ മാറ്റുകയാണ്, ഉത്സവങ്ങൾ കൊണ്ടാടുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്തതാണ്. കുടുംബക്ഷേത്രത്തിൽ ഒരു വിളക്ക് കൊളുത്തുക എന്നുള്ളതാണ് മുഖ്യം സത്യം പറഞ്ഞാൽ. പിന്നെ വർഷത്തിൽ ഒരിക്കൽ പൂജ നടത്തുക, അങ്ങനെയൊക്കെ ആകാം. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോയിട്ട് ഈ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് തെക്കൻ മേഖലകളിൽ, ആലപ്പുഴയ്ക്ക് തെക്കുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഒരുപാട് ഇങ്ങനെ വേണ്ടാത്ത ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തത്. വളരെയധികം ജ്യോതിഷ പഠന രംഗത്ത് വളരെയധികം വൻ തരംഗം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ് ജ്യോതിഷ മാർഗദീപം എന്നുള്ളൊരു ഗ്രന്ഥം. അതേക്കുറിച്ച് എന്താ പറയുക, ഈ ഒരു ഇതിലെ പ്രതിപാദ്യ വിഷയങ്ങളൊന്ന് ചുരുക്കി പറയുവാൻ സാധിക്കും. ഞാനിതിൻ്റെ തലക്കെട്ടൊക്കെ ഒന്ന് വായിക്കാം, ബാക്കി കാര്യങ്ങൾ സാർ ഒന്ന് വിശദീകരിച്ചാൽ മാത്രം മതി. അതായത് ഈ ഗ്രന്ഥം സാധാരണ ആളുകളെ സംബന്ധിച്ച് ഒരു ജ്യോതിഷ പഠിതാവിന് വളരെയധികം സിമ്പിളായിട്ടാണോ തോന്നുന്നത്, അല്ലെങ്കിൽ വളരെയധികം എളുപ്പം? അതെ, അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ്. അതായത് ജ്യോതിഷത്തിനെ കുറിച്ചുള്ള അറിവ് വേണ്ട, സംസ്കൃതത്തിനെ കുറിച്ചുള്ള അറിവ് വേണ്ട, ഒന്നും വേണ്ട. ഇതിനെ മലയാള ഭാഷ അറിയാവുന്ന ഏതൊരാൾക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന മാതിരി വളരെ ലളിതമായിട്ടുള്ള മലയാള ഭാഷയിൽ ഇതിൻ്റെ പ്രാഥമിക പാഠങ്ങളാണ് നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ജ്യോതിഷത്തിന് ഗഹനമായിട്ടുള്ള വിഷയങ്ങളല്ല, മറിച്ച് പഠിച്ചു തുടങ്ങേണ്ട ഒരാൾ ഒന്നാമത്തെ ആ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കേണ്ടത് എങ്ങനെയാണോ അതിൻ്റെ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഓരോ അധ്യായങ്ങളുടെയും തലക്കെട്ട് ഞാൻ പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് പ്രതിപാദ്യ വിഷയം ഒന്ന് പറയണം. ആയിക്കോട്ടെ. ഗ്രഹങ്ങളും രാശികളും ഇതിൽ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ അധ്യായം അതാണ്. അത് ഈ ഗ്രഹങ്ങളെന്ന് കേട്ടിട്ടുണ്ടാവും, രാശികളെന്നും കേട്ടിട്ടുണ്ടാവും, എന്താണെന്ന് സാധാരണക്കാരൻ അറിയില്ല. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ആ ഒരു അധ്യായത്തിലൂടെ. ഓക്കെ, അപ്പോൾ പഞ്ചാംഗത്തിലേക്ക് ഒരു എത്തുനോട്ടം എന്ന് പറയുന്നത്, ഈ പഞ്ചാംഗം പലരുടെയും വീട്ടിലുണ്ടെങ്കിൽ പലർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല, നോക്കാൻ അറിയില്ല. അതായത് നക്ഷത്രം എപ്പോൾ തീരും, എപ്പോൾ അവസാനിക്കും, അതുപോലെ അന്നത്തെ തിഥി എന്താണ്, ഇതൊന്നും സൂര്യോദയം എപ്പോഴാണ്, ഇതൊന്നും സാധാരണക്കാരനെ അറിയില്ല. പഞ്ചാംഗം മേടിച്ച് ഒരു ചടങ്ങ് മാതിരി വീട്ടിൽ വയ്ക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് പരിചയപ്പെടുന്നതാണ് അധ്യായം. പിന്നെ ഭൂമിയുടെ ഭ്രമണം, അതിലെൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് അഭിപ്രായ പ്രകടനമാണ് ദൈവവിശ്വാസത്തിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയും ദൈവവും ഒട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചൊക്കെ എൻ്റെ ഒരു മനസ്സിലിരിക്കും അഭിപ്രായം എന്താണോ. ഭൂമിയും ദൈവവും, അതെ, അതും അത് തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഭൂമിയുടെ ഭ്രമണമാണോ ആദ്യം ചോദിച്ചത്? അതെ, ഭൂമിയുടെ ഭ്രമണം എന്ന് വെച്ചാൽ ഭൂമിയുടെ ഭ്രമണം കൊണ്ട് നമുക്ക് രാവും പകലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നില്ല. അതിനെക്കുറിച്ചുള്ള വിവരണമാണ് ഭൂമിയുടെ ഭ്രമണം. അതായത് മാസം വർഷം ഒക്കെ എങ്ങനെ രൂപപ്പെടുന്നു, അതിൻ്റെയൊക്കെ കാഴ്ചപ്പാട് എങ്ങനെയാണ്, അതാണ്. സമയത്തിൻ്റെ സങ്കലനവും വ്യവകലനവും, അത് നമ്മുടെ സാധാരണ ഈ സങ്കലനവും വ്യവകലനവും ഒക്കെ 100 അല്ലെ 10 എന്നുള്ള ആ സംഖ്യയെ ആസ്പദമാക്കിയാണ്. അതായത് 100 സെൻറ്റിമീറ്ററാണ് ഒരു മീറ്ററായിട്ട് നമ്മൾ കണക്കാക്കുക, 100 പൈസയാണ് ഒരു രൂപയായിട്ട് കണക്കാക്കുക. പക്ഷേ സമയത്തിൻ്റെ കണക്കൂട്ടൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും 60നെ ആസ്പദമാക്കിയാണ്. അതായത് 90 പൈസ എന്ന് പറഞ്ഞാൽ 1 രൂപയാവില്ല, പക്ഷേ 90 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 1.5 മണിക്കൂറാവും. അപ്പോൾ അങ്ങനെ ആ സമയത്തിൻ്റെ കൂട്ടലും കിഴിക്കലുമുള്ള വ്യത്യാസം അതാണ് അധ്യായത്തിൽ കൊടുത്തിട്ടുള്ളത്. സാറിൻ്റെ ആദ്യ ഗ്രന്ഥമായ ജ്യോതിഷ മാർഗദീപം, ആ ഒരു ഗ്രന്ഥത്തിൽ വളരെയധികം സംസാരിക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതുമായ 2 അധ്യായങ്ങളാണ് ഗ്രഹങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതും ഒരു കുഞ്ഞിൻ്റെ ജനനം എന്നുള്ളതും. ആ ഒരു 2 അധ്യായങ്ങളെക്കുറിച്ചൊന്ന് പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ടൊന്ന് വിശദീകരിക്കാം. ഗ്രഹങ്ങൾ സംസാരിക്കുന്നുള്ള അധ്യായത്തിൽ
ഗ്രഹങ്ങൾ നേരിട്ട് വന്ന് ഈ വായനക്കാരോട് സംവദിക്കുന്ന മാതിരി ഒരു രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. അതായത് ഓരോ ഗ്രഹങ്ങളും വരുന്നു, അവരുടെ പ്രത്യേകതകൾ പരിചയപ്പെടുന്നത്, ആധുനികമായിക്കോട്ടെ, ആധുനിക സയൻസ് പറയുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജ്യോതിശാസ്ത്രം പറയുന്നതായിക്കോട്ടെ, ഈ രണ്ട് രീതിയിലും ഉള്ള കാര്യങ്ങൾ ഓരോ ഗ്രഹങ്ങളും വന്ന് പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് ആ ഗ്രഹങ്ങൾ സംസാരിക്കുന്നു എന്നുള്ള അധ്യായം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കുഞ്ഞിൻ്റെ ജനനം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ദശാധ്യായി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ ഒരു പോർഷനാണ്. അതിലെ ഒരു ശകലം ഭാഗം എടുത്തിട്ട് നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് വളരെ വിശദീകരിച്ച് കൊടുത്തിരിക്കുകയാണ് ലളിതമായിട്ടുള്ള മലയാളത്തിൽ. അത് കുറച്ച് ഹാസ്യം കലർത്തിയ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അധ്യായം ഒരു 6-7 വർഷം മുമ്പ് ഞാനൊരു മാഗസിനിൽ എഴുതിയ ഒരു ആർട്ടിക്കിളിൻ്റെ ചുവട് പിടിച്ചുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് ഹാസ്യാത്മകമായതുകൊണ്ട് അത് കൂടുതൽ ആൾക്കാർക്ക് സ്വീകാര്യമായി. അതേപോലെ ഈ ഗ്രഹങ്ങൾ സംസാരിക്കുന്ന ഒരു പുതുമയുള്ള സംഭവമായിരുന്നു. ഇതുവരെ ഒരു ജ്യോതിഷ ഗ്രന്ഥങ്ങളിലൊന്നും കാണാത്ത മാതിരി പുതുമയുള്ളൊരു സംഭവമായിരുന്നു ഗ്രഹങ്ങൾ നേരിട്ട് വന്ന് സംസാരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ആ ഒരു ഗ്രന്ഥം നോക്കിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയത്, സാധാരണ നമ്മൾ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരു അകൽച്ച തോന്നും സാധാരണ ആളുകളെ സംബന്ധിച്ച്. കാര്യം അതിൽ പലതും സംസ്കൃത വേർഡുകളായിരിക്കാം, നമുക്ക് ദഹിക്കാത്ത രീതിയിൽ മനസ്സിലാക്കാൻ കടുപ്പമുള്ള വേർഡുകളായിരിക്കാം. പക്ഷെ ഇപ്പോൾ ആ ഒരു ഗ്രന്ഥം നോക്കിയിട്ട് വളരെയധികം ലളിതമായ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ്. അത്തരത്തിലുള്ളൊരു ഗ്രന്ഥം അപൂർവം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിയായിരിക്കും. അതെ അതെ, അത് ആ ഒരു ലാളിത്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകത്തിന് ഇത്രയും ഒരു സ്വീകാര്യത, ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കാൻ കാരണം. അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അത്രമാത്രം ലളിതമാണ്. അതായത് ഞാൻ എപ്പോഴും ആ ഗ്രന്ഥം എഴുതുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു നാട്ടുംപുറത്തുകാരൻ പച്ച മലയാളത്തിൽ അയാളുടെ അയൽപ്പക്കക്കാരനോട് സംസാരിക്കുന്ന ഒരു രീതി. അവിടെ അകൽച്ച വരാൻ പാടില്ല. ഒരു ഗുരു ശിഷ്യനെ പകർന്നു കൊടുക്കുന്ന പോലെയുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന ആ രീതി പോലും അല്ല. അതിൽ നിന്നും വേറിട്ട് ഒരു പച്ചയായിട്ടുള്ള ഒരു മലയാളി അടുത്ത അയൽപ്പക്കക്കാരനൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് പോലെയുള്ള ഒരു ലാളിത്യം ഈ പുസ്തകത്തിൽ വേണമെന്ന് ഞാൻ ആ പുസ്തകത്തിൻ്റെ അവസാന പേജുകളിൽ വരെ ആ ഒരു ആഗ്രഹം നിറവേറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതായിരിക്കാം ഒരു പക്ഷെങ്കിൽ ജനങ്ങൾ ഇത്രയും സ്വീകാര്യത ഉണ്ടാക്കി. ശരിക്കും ആ ഒരു ഗ്രന്ഥം തുറന്നു നോക്കുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് വീണ്ടും വീണ്ടും വായിക്കാനൊരു പ്രചോദനം തോന്നുന്നുണ്ട്. അത് ഈ ഒരു സിമ്പിളായതുകൊണ്ട് തന്നെയായിരിക്കും. അതെ അതെ. ഇപ്പോൾ വിവിധ ശനി ദോഷം അല്ലെങ്കിൽ കണ്ടകശനി, ഇടർശനി, അതേക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ഒരു ശനി ദോഷമുണ്ട് അല്ലെങ്കിൽ കണ്ടകശനി ഉണ്ടെങ്കിൽ അവർക്കൊരു സംശയം ഉണ്ടാകും, എന്നാണ് ഞങ്ങളുടെ ആ ഒരു ദോഷം മാറുക, പരിഹാരം കിട്ടുക, അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുക എന്നാണെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ ഉണ്ടാവുക. അവരുടെ അറിവിലേക്കായിട്ട് അതേക്കുറിച്ചൊന്ന് വ്യക്തമാക്കാം. അത് ഓരോരുത്തരുടെയും ഈ കൂറിൻ്റെ അനുസരിച്ച് കണ്ടകശനിയും ഏഴരശനിയൊക്കെ മാറും. അപ്പോൾ അതുകൊണ്ട് ഓരോ വ്യക്തികൾക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ഈ ഒരു ചെറിയ പ്രോഗ്രാമിനകത്ത് വിശദീകരിക്കാൻ പറ്റില്ല. എന്നാലും 2017 ജനുവരിയിൽ ശനി ഇപ്പോൾ നിൽക്കുന്ന വൃശ്ചികൻ രാശിയിലും ധനു രാശിയിലേക്ക് മാറും. മാറിക്കഴിഞ്ഞാൽ 6 മാസത്തോളം ആ രാശിയിൽ തന്നെ നിൽക്കും. അതിനുശേഷം അത് വീണ്ടും വൃശ്ചികൻ രാശിയിലേക്ക് വരും. ഇപ്പോൾ വൃശ്ചികൻ രാശിയിലാണ് നിൽക്കുന്നത്, വീണ്ടും വരും. പിന്നെ ഒരു ചെറിയ കാലയളവിന് ശേഷം വീണ്ടും ധനുരാശിയിലേക്ക് പോവുകയും ചെയ്യും. അത് വക്രം എന്ന് പറയുന്ന ഒരു അവസ്ഥ എല്ലാ ഗ്രഹങ്ങൾക്കും വരാറുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ശനിയുടെ ആ ഒരു സ്ഥിതി വിഷമം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഒരു മാറ്റം വരണമെങ്കിൽ 2017 ജനുവരി ആവണം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ എനിക്ക് തോന്നുന്നു നിരവധി പ്രേക്ഷകർ മാത്രമായിരിക്കില്ല, ജ്യോത്സ്യന്മാർ വരെ ഇന്ന് വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും തിരക്കുകൾക്കിടയിലും ഈ ചെന്നൈയിലെ നിവാസികളുടെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചെന്നൈ നിവാസികൾ മാത്രമല്ല ലോകമെമ്പാടുള്ള മലയാളികൾ ഇപ്പോൾ താങ്കളുടെ ആ ഒരു ജ്യോതിഷ മാർഗദീപം എന്നുള്ളൊരു ബുക്കിന് വളരെയധികം ആരാധകർ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ വിൽപ്പനയിൽ പോലും വൻ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് ആ ജ്യോതിഷ മാർഗദീപം എന്നൊരു ഗ്രന്ഥം. ഇനി അതിൻ്റെ ഒരു അടുത്ത ഒരു സെക്ഷൻ എപ്പോഴായിരിക്കും ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ പുറത്തിറക്കുക? ഈ ഗ്രന്ഥത്തിൻ്റെ അടുത്ത സെക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ഈ ഗ്രന്ഥം പഠിച്ചു കഴിഞ്ഞവർക്ക്, ഇത് ജ്യോതിഷത്തിൻ്റെ ബേസിക്കാണ്, പ്രാഥമിക പാഠങ്ങളാണ്. അപ്പോൾ ഈ പ്രാഥമിക പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞ ആളുകൾക്ക് വേറെ ആരുടെയും സഹായമില്ലാതെ ആ മുഹൂർത്തം എടുക്കാൻ, ഏത് കർമ്മത്തിനായാലും മുഹൂർത്തം എടുക്കാനുള്ള ഒരു പുസ്തകമാണ്. അത് എഴുതി പൂർത്തിയാക്കിയിട്ടില്ല തിരക്ക് കാരണം. എന്നാലും ഒരു 3-4 മാസ കാലയളവിനുള്ളിൽ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. ഓക്കെ, ഈ തിരക്കുകൾക്കിടയിലും ഞങ്ങളോട് സഹകരിച്ചതിന് വളരെയധികം നന്ദി സാർ. നമസ്തേ. ഒരു കാലത്ത് നമ്മുടെ ഭാരത സംസ്കാരത്തോടനുബന്ധിച്ച് ചേർന്നിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു ജ്യോതിഷ പഠനവും ജ്യോതിഷ കേന്ദ്രങ്ങളുമൊക്കെ. പണ്ട് കാലത്തെ വിദ്യാലയങ്ങളോട് ചേർന്ന്, ക്ഷേത്രങ്ങളോട് ചേർന്ന് തന്നെ വിദ്യാലയങ്ങളുണ്ടായിരുന്നു. ആ വിദ്യാലയങ്ങളിൽ ജ്യോതിഷ പഠനം നിർബന്ധവുമായിരുന്നു. അന്നൊക്കെ ഒരു തങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു വിവാഹം നിശ്ചയിക്കുന്നതിനൊക്കെ ഒരു ജ്യോതിഷനെ തേടിപ്പോകേണ്ട ഒരു ആവശ്യകതയില്ല. കാര്യം എല്ലാവർക്കും ആ ജ്യോതിഷ കാര്യങ്ങൾ പൊതുവെ ഏകദേശം ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ജനങ്ങളെ സംബന്ധിച്ച് ജ്യോതിഷ കാര്യങ്ങളിൽ നിന്നും വളരെ അകന്നിരിക്കുകയാണ്. അവർക്ക് യാതൊരുവിധ അറിവുമില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ ഒരു വിവാഹ നിശ്ചയത്തിനാവട്ടെ അല്ലെങ്കിൽ ജാതക പൊരുത്തത്തിനാവട്ടെ ജ്യോതിഷനെ നമ്മൾ തേടിപ്പോകുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ജ്യോതിഷ മാർഗ ദീപം എന്നുള്ള ഗ്രന്ഥം അല്ലെങ്കിൽ അതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക്
നമുക്ക് ജ്യോതിഷത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവ് നമ്മളിൽ ഉണർത്തുകയും നമ്മൾ എന്ത് ചെയ്യുന്നതിനും ഒരു പ്രത്യേക സമയങ്ങൾ നോക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു വ്യക്തത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനൊക്കെ ജ്യോതിഷ മാർഗ്ഗദീപം പോലുള്ള ഗ്രന്ഥങ്ങൾ നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരു ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഗ്രന്ഥം തന്നെയാണ് ജ്യോതിഷ മാർഗ്ഗദീപം എന്നുള്ളത്. ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ചത് ജ്യോതിഷ മാർഗ്ഗദീപത്തിൻ്റെ ഗ്രന്ഥകാരനായ ശ്രീ തോട്ടുവ പ്രസന്നൻ നായരായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു. നന്ദി, നമസ്കാരം. ജ്യോതിശാസ്ത്ര രംഗത്തെ ഒറ്റയാൾ പട്ടാളം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ശ്രീ തോട്ടുവ പ്രസന്നൻ നായരുടെ അഭിമുഖം കഴിഞ്ഞ ജൂണിൽ നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. ജ്യോതിഷം കൈകാര്യം ചെയ്യാതെ തന്നെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ ശ്രീ തോട്ടുവ പ്രസന്നൻ നായരുടെ ആദ്യ ഗ്രന്ഥമായ ജ്യോതിഷ മാർഗ്ഗദീപം ഇന്ന് വിൽപ്പനയിൽ വൻ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ നടന്ന ആ ഇന്റർവ്യൂവിന് ശേഷം ഒട്ടനവധി ആളുകൾ കത്തിലൂടെയും ഫോണിലൂടെയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ നേരിട്ട് അറിയുന്നതിന് വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തെ ശ്രീ തോട്ടുവ പ്രസന്നൻ നായരെ നേരിട്ട് ലഭ്യമാകുന്നില്ല എന്നുള്ളൊരു വിഷമം എല്ലാ പ്രേക്ഷകരും തന്നെ നമ്മളെ അറിയിക്കുകയുണ്ടായി. അത് എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ പല റീസൺസ് ഉണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് നേരിട്ട് പറയുവാൻ മാധ്യമ വിഭാഗം കൈകാര്യം ചെയ്യുന്ന തെങ്ങമം മനോജ് കുമാർ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം സാർ. സാർ, കഴിഞ്ഞ ജൂണിൽ നടന്ന ഇൻ്റർവ്യൂവിന് ശേഷം ഒട്ടനവധി ആളുകൾ കത്തുകളിലൂടെയും ഫോണിലൂടെയൊക്കെ പല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അദ്ദേഹത്തോട് നേരിട്ട് അറിയിക്കണമെന്ന് നമ്മളോട് പറയുകയുണ്ടായി. പക്ഷേ പലർക്കും ഉണ്ടായൊരു പ്രശ്നം കൊടുത്ത ഫോൺ നമ്പറിൽ അദ്ദേഹത്തെ നേരിട്ട് സംസാരിക്കുവാൻ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ആ പ്രേക്ഷകർ പലരും നമ്മളെ അറിയിച്ച ആ ഒരു ബുദ്ധിമുട്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ നേരിട്ട് ആ ഒരു ഫോണിൽ ലഭ്യമല്ലാത്തത്? സത്യത്തിൽ ഇത്തരത്തിലൊരു പരാതി ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. കാരണം ഈ തോട്ടുവ പ്രസന്നൻ നായർ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നില്ല, അതുപോലെ തന്നെ കൺസൾട്ടേഷൻ കൊടുക്കുന്നതുമില്ല. നമ്മൾ മുൻപുള്ള എല്ലാ അഭിമുഖങ്ങളിലും ഈ ഒരു കാര്യം നമ്മൾ എഴുതി കാണിച്ചതാണ്. പക്ഷേ വിളിക്കുന്ന പ്രേക്ഷകരെല്ലാം തന്നെ അവരുടെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. പക്ഷേ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ഫോണുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആയിരക്കണക്കിന് ഫോൺ വരുന്ന സമയത്ത് നമുക്ക് എല്ലാ ആൾക്കാരോടും ഈ സംശയ നിവാരണം നടത്തുക എന്നുള്ളത് വളരെയധികം ദുഷ്കരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ നേരിട്ടുള്ള ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളുമായി ഒരു ദിവസം തന്നെ നിരവധി ക്ലാസ് നടത്തുന്നുണ്ട്. അദ്ദേഹം എപ്പോഴും തിരക്കിലായിരിക്കും. പക്ഷേ പ്രേക്ഷകർ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ വിളിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫ് ഫോൺ എടുത്ത് നിങ്ങൾക്കൊരു സമയം തരുന്നതായിരിക്കും. ആ സമയത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിനോട് സംസാരിക്കുവാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും. ആ സമയത്ത് വിളിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ആ സമയത്ത് നിങ്ങൾ സംശയം ദൂരീകരിക്കുന്നതാണ്. പക്ഷേ ഈ വിളിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ട് നമ്മളോട് ചോദിക്കുന്നത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള സംശയങ്ങളായതുകൊണ്ടാണ്. അതാണ്. പക്ഷെ നമ്മൾ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ജ്യോതിഷമോ അല്ലെങ്കിൽ അതിനുള്ള കൺസൾട്ടേഷനോ സമയം കൊടുക്കുന്നില്ല. പിന്നെ വിളിക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ജ്യോതിഷത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്നതും ബുക്കിന് ഓർഡർ ചെയ്യുന്ന വ്യക്തികളുമായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫ് സംസാരിക്കുന്നതായിരിക്കും. അത് ആ കാര്യങ്ങൾ റെഗുലർ ബേസിസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രീ തോട്ടുവ പ്രസന്നൻ നായരോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുക്കുന്ന സമയത്ത് വിളിച്ചാൽ മാത്രമേ അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ആ ഒരു പരിമിതി പ്രേക്ഷകർ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഇപ്പോൾ ജ്യോതിഷം അവയർനെസ് ആൻഡ് ആസ്ട്രോളജി സെൻറ്ററിൻ്റെ മാധ്യമ വിഭാഗം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഈ ഒരു പുസ്തകം നമുക്ക് ലഭ്യമാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഡ്രസ്സ് നമ്മൾ വാങ്ങിച്ചു വെക്കും. അത് ഇന്ത്യയിൽ എവിടെയും VPP ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അതിൻ്റെ പൈസയും അതിൻ്റെ ഫോൺ നമ്പറും നമ്മൾ ഈ സ്ക്രീനിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ടായിരിക്കും. അതിൽ വിളിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ബുക്ക് ലഭിക്കുവാനുള്ള മാർഗ്ഗം ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും.